സ്കൂളിൽ പോകുന്ന ചെറിയ കുട്ടികളുള്ള വീടാണെങ്കിൽ നമുക്കറിയാം അവരെ പഠിക്കാനിരുത്താനും ഹോംവർക്ക് ചെയ്യിക്കാനൊക്കെ എത്ര ബുദ്ധിമുട്ടാണെന്നുള്ളത്. പ്രത്യേകിച്ച് ഹോംവർക്ക് ചെയ്യുന്ന കാര്യത്തിൽ അമ്മമാർക്കും കൺഫ്യൂഷനായിരിക്കും എങ്ങനെ ഇത് ചെയ്യിക്കണം എന്നുള്ള കാര്യം, എങ്ങനെ ഇത് മാനേജ് ചെയ്യണം എന്നുള്ള കാര്യം. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും കുട്ടികൾക്ക് ഹോംവർക്ക് ചെയ്യാൻ ഇത്രയും മടി വരുന്നത്? അതിന് പ്രധാനമായിട്ട് 4 കാരണങ്ങളാണുള്ളത്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഒന്നുകിൽ അവർക്ക് ബോറടിച്ചിട്ടായിരിക്കും. അതായത് ക്ലാസ് ചെയ്തതിൻ്റെ തന്നെ കുറച്ചും കൂടെ റിപ്പീറ്റേഷനും അവർക്കൊരു പ്രാക്ടീസിന് വേണ്ടിയിട്ടായിരിക്കും മിക്കവാറും ഹോംവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ അവർക്കത് ആദ്യമേ നേരത്തെ മനസ്സിലായി എല്ലാം ക്ലിയർ ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് ഹോംവർക്ക് ചെയ്യുമ്പോൾ ബോറടിക്കും. ചില കുട്ടികൾക്ക് അത് ബുദ്ധിമുട്ടായിട്ടായിരിക്കും. അതായത് ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ തന്നെ അവർക്ക് അത്രത്തോളം അത് മനസ്സിലായിട്ടുണ്ടാവില്ല ആ ടോപ്പിക്ക്. അപ്പോൾ അത് തന്നെ വീണ്ടും വീണ്ടും ചെയ്യിക്കുമ്പോൾ അവർക്ക് അത് ബുദ്ധിമുട്ടാണ്, ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരവസ്ഥ വരുമ്പോൾ അവർക്ക് മടി വരും. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഓൾറെഡി അവർ സ്കൂളിൽ പോയി തളർന്ന് ക്ഷീണിച്ചിട്ടാണ് വരുന്നത്. അതിൻ്റെ കൂടെ സ്കൂൾ വിട്ട് വന്ന് ഒന്ന് റെസ്റ്റ് എടുക്കാൻ സമയം കിട്ടുന്നതിന് മുമ്പ് വീണ്ടും പിന്നെയും പഠിക്കാനിരിക്കുക എന്ന് പറയുന്നത് അവർക്ക് അത്ര വിഷമായിരിക്കും. അവർക്ക് അതിനുള്ള എനർജി ഉണ്ടാവില്ല. മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഓട്ടോണമി വേണം. കുട്ടികൾക്ക് നല്ല നമ്മളാണെങ്കിലും മറ്റൊരാൾ നിർബന്ധിച്ചിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ ചില ആളുകൾക്ക്, മിക്കവാറും ആളുകൾക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യുമ്പോഴാണ് നമുക്കത് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഹോംവർക്ക് എന്ന് പറഞ്ഞാൽ നിർബന്ധപൂർവ്വം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് തോന്നുമ്പം അതിനോടൊരു അകൽച്ച, ഒരു ഇഷ്ടക്കേട് കുട്ടികൾക്ക് വരാം. ഇനി നാലാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് ചെയ്യുമ്പോൾ തെറ്റിപ്പോയാൽ അതിൻ്റെ ഭവിഷ്യത്ത് എന്താവും എന്നുള്ള പേടി. ഇപ്പം വീട്ടിലിരുന്ന് ചെയ്യുകയാണെങ്കിൽ തന്നെ ഇപ്പം സൂപ്പർവൈസ് ചെയ്യാൻ അമ്മയോ ആരെങ്കിലും ഉണ്ട്. അപ്പോൾ അവർ നോക്കുമ്പോൾ തെറ്റിക്കഴിയുമ്പോൾ അവരെങ്ങനെ പ്രതികരിക്കും എന്നുള്ള ആ ഒരു പേടി. അതല്ലാതെ തെറ്റായിട്ടുള്ള ഹോംവർക്ക് ചെയ്തുകൊണ്ട് സ്കൂളിൽ ചെന്ന് കഴിയുമ്പോൾ അവിടുന്ന് ടീച്ചേഴ്സ് എങ്ങനെയാണ് പ്രതികരിക്കുക എന്നുള്ള ആ ഒരു ഫെയിലിയറിനോടുള്ള ഒരു പേടി. എങ്ങനെ കുട്ടികളെ കൊണ്ട് ഹോംവർക്ക് കൃത്യമായിട്ട് ചെയ്യിക്കാൻ പറ്റും? അതിനാദ്യം തന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റുട്ടീൻ വേണം കുട്ടികൾക്ക്. അതായത് ഇത്ര സമയത്ത് എഴുന്നേൽക്കുന്നു, ബ്രഷ് ചെയ്യുന്നു, കുളിക്കുന്നു, ഫുഡ് കഴിക്കുന്നു, സ്കൂളിൽ പോകുന്നു, തിരിച്ച് വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ, അങ്ങനെ ഒരു റുട്ടീൻ വൈസ് നമ്മൾ ഇന്ന സമയം, ഇപ്പോൾ വൈകുന്നേരം 5:30 എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഒരു സമയത്താണ് കുട്ടികൾ ഹോംവർക്ക് ടൈമെങ്കിൽ അല്ലെങ്കിൽ പഠിക്കേണ്ട ടൈമെങ്കിൽ അവരത് കൃത്യമായിട്ട് ചെയ്യും. അതല്ല നമ്മളിപ്പോൾ ഇങ്ങനെ വെറുതെ വീട്ടിലിരിക്കുന്നു, കുട്ടി റിലാക്സ് ചെയ്തിരിക്കുന്നു, കുട്ടി എന്തോ കളിയിൽ എൻഗേജ്ഡ് ആയി കഴിയുമ്പോഴായിരിക്കും നമ്മൾ പെട്ടെന്ന് ഓർക്ക് അയ്യോ ഹോംവർക്ക് ചെയ്യിക്കട്ടെ. അപ്പോൾ നമ്മൾ പോയിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് വരാൻ മടിയായിരിക്കും. അപ്പോൾ നമ്മൾ ഒരു റുട്ടീൻ ഉണ്ടായിക്കഴിഞ്ഞാൽ കുട്ടികൾക്കറിയാം, അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് 5:30 എന്ന് പറയുന്ന ഒരു ടൈം ഉണ്ടെങ്കിൽ ഞാൻ ഹോംവർക്ക് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ പഠിക്കാൻ ഇരുന്നിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു 5 മിനിറ്റ് മുമ്പ് നമുക്ക് റിമൈൻഡ് ചെയ്യാം 5:30 ആവാറായി, 5 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനിരിക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു റുട്ടീൻ ഉണ്ടെങ്കിൽ കുട്ടികൾ കുറച്ചും കൂടെ ഹോംവർക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പിന്നെ കുറേ ഹോംവർക്ക് ഉണ്ട്, 4 പേജ് എഴുതാനുണ്ട്, അല്ലെങ്കിൽ 10 പ്രോബ്ലം ചെയ്യാനുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും പല കുട്ടികൾക്ക്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ അതിങ്ങനെ ചെറിയ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അതായത് ആദ്യം നമുക്ക് ഇത് ചെയ്യാം, ഫസ്റ്റ് ഇത് ചെയ്യുക, എന്നിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അവർക്ക് ഇത് ചെയ്യാം. നമുക്കൊരു മുന്നിൽ കുറേ ടാസ്കുകളുണ്ട്. അപ്പോൾ നമുക്കാണെങ്കിലും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് തുടങ്ങാനൊരു മടി വരും. അല്ല ഇത് ചെയ്ത് നോക്കാം എന്നിട്ട് അടുത്ത ചെയ്യാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ചെയ്യാനുള്ളൊരു ടെൻഡൻസി വരും. അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് അവർക്ക് ഇപ്പം നമ്മൾ സ്റ്റഡി ടൈം എന്ന് പറയുന്നത് 5:30 to 6:30 നമ്മൾ ഫിക്സ് ചെയ്ത്, അല്ലെങ്കിൽ 5:30 to 7 ഏത് സമയം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാലും അത് കഴിഞ്ഞിട്ട് നമുക്ക് കാർട്ടൂൺ കാണുന്ന ടൈമുണ്ട്, അല്ലെങ്കിൽ ഗെയിം കളിക്കാനുള്ള ടൈമുണ്ട്. നമ്മളിത് വേഗം ഫിനിഷ് ചെയ്താൽ നമ്മുടെ ആ ടൈമിനോട് ഈ ടൈം ആഡപ്പ് ചെയ്യും എന്നുള്ളൊരു ഓപ്ഷൻ അവിടെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് പെട്ടെന്ന് ചെയ്ത് തീർത്തിട്ട് നമുക്കത് ചെയ്യാം. ഇപ്പം പെട്ടെന്ന് ഇപ്പോൾ 6:30 എന്നാണെങ്കിൽ ഞാനൊരു 6:20 അല്ലെങ്കിൽ 6:15 ചെയ്ത് തീർത്താൽ എനിക്ക് കാർട്ടൂൺ കാണാം, അല്ലെങ്കിൽ എനിക്ക് ഗെയിം കളിക്കാം എന്നൊക്കെ ഉള്ള സാധനം അവിടെ നിൽക്കുകയാണെങ്കിൽ അപ്പോൾ അവരത് പെട്ടെന്ന് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അവർ ഹോംവർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എഴുതിക്കോ എന്ന് പറഞ്ഞ് അവിടെ ഇട്ടിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ അവർക്ക് ആ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവില്ല. നമ്മൾ കൂടെ ഇരിക്കുക, അറ്റ്ലീസ്റ്റ് ഒരു 5 മിനിറ്റെങ്കിലും ചെയ്ത് തുടങ്ങി ഒരു 5 മിനിറ്റെങ്കിലും നമ്മൾ കൂടെ ഇരുന്ന് നമ്മൾ കൂടെ ഉണ്ട്, നമ്മളവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അവരെ ഇതാക്കുന്നുണ്ട് എന്നുള്ളത് അവർക്ക് തോന്നുകയാണെങ്കിൽ അവർ ഇരിക്കും. നമ്മളവിടെ കൊടുത്തിട്ട് നമ്മളങ്ങ് പോവുകയാണെങ്കിൽ അതിനേക്കാളും കൂടുതൽ സാധ്യത അവർ ഹോംവർക്ക് ഇരുന്ന് ചെയ്യാം. നമ്മൾ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു 5 മിനിറ്റെങ്കിലും നമ്മൾ കൂടെ ഇരിക്കും. നമ്മൾ നിർബന്ധമായിട്ട് ചെയ്തിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ പഠിക്കാനിരിക്കുന്ന റൂമിൽ അല്ലെങ്കിൽ ഹോംവർക്ക് ചെയ്യാനിരിക്കുന്ന റൂമിൽ മറ്റു ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല.
അവിടെ ഇപ്പം എന്തെങ്കിലും TV-യോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല, മൊബൈൽ പോലത്തെ അവരെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സാധനങ്ങൾ ആ റൂമിൽ അവിടെ ഉണ്ടാവാൻ പാടില്ല. അത് ഇനി ചെറിയ സിബ്ലിങ്സ് ഉണ്ട്, അവരവിടെ കളിച്ച് നടക്കുകയാണെങ്കിലൊക്കെ അവർക്ക് ഡിസ്ട്രാക്ഷൻ ആവും. അതായത് നമ്മളെക്കാളും കൂടുതൽ അവരെ പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആവാണ്ട് സാധ്യത കുട്ടികൾക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഹോംവർക്ക് എന്ന് പറയുമ്പോൾ ഇപ്പം നേരത്തെ പറഞ്ഞ റീസൺസ് കൊണ്ട് മടിയുള്ളവരുണ്ടാവും. അപ്പം അല്ലെങ്കിൽ അത് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഇല്ലാത്തൊരു മോട്ടിവേഷൻ ഇല്ലാത്തവരാണെങ്കിൽ അവർ പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആവും. അപ്പോൾ ആ റൂമിൽ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം കുട്ടികളിപ്പോൾ ഹോംവർക്ക് എഴുതുക, ഇപ്പോൾ ചെറിയ കുട്ടിയാണ്, ആ കുട്ടി എഴുതാൻ തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ പെർഫെക്ഷൻ അല്ല അവിടെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, അവർ ചെയ്യുന്ന എഫേർട്ടിനെയാണ് നമ്മൾ പുകഴ്ത്തേണ്ടത്. ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു, മുട്ടിക്ക് എന്ന് പറഞ്ഞിട്ട്. അതായത് എഴുതുമ്പോൾ എന്തോ ഒരു അക്ഷരം എഴുതുമ്പോൾ അതോടെ ഈ അറ്റത്ത് മുട്ടിക്കാനല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ 6 എഴുതാൻ പഠിപ്പിക്കുകയാണെന്ന് വിചാരിച്ച ഒരു കുട്ടി ഇങ്ങനെ ഫസ്റ്റ് ആദ്യമായിട്ട് 6 എഴുതുമ്പോൾ ഒരു പക്ഷേ അതിങ്ങനെ വന്നിട്ട് മറ്റേ ലൈനിൽ മുട്ടില്ലായിരിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അയ്യോ മുട്ടിക്കെന്ന് പറഞ്ഞത് ഉടനെ മായ്ച്ചോ അത് വീണ്ടും എഴുതിപ്പിക്കുക, അല്ലെങ്കിൽ അത് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എഴുതിയല്ലോ ശരിയായി, പക്ഷേ ഇത് മുട്ടുകയാണ് ശരിക്കും വേണ്ടത്, സാരല്ല, നെക്സ്റ്റ് അടുത്ത എഴുതും. അപ്പോൾ കുട്ടി നെക്സ്റ്റ് ടൈം എഴുതുമ്പോൾ അടുത്ത പ്രാവശ്യം എഴുതുമ്പോൾ മുട്ടിക്കാൻ നോക്കണേ. അപ്പം കുട്ടി ശ്രമിക്കും. ചിലപ്പോൾ ആദ്യത്തെ അതേ റിസൾട്ട് തന്നെയായിരിക്കും രണ്ടാമത് വന്നതെങ്കിലും പോലും നമുക്ക് പറയാം, അതിപ്പോൾ കുറച്ചുകൂടെ മുട്ടാനായല്ലോ, നെക്സ്റ്റ് ടൈം എഴുതുമ്പോൾ എന്തായാലും മുട്ടിക്കണേ. അപ്പോൾ അവർ നെക്സ്റ്റ് ടൈം പിന്നെ അവർക്ക് കുറച്ചുകൂടെ ഒരു ഇൻസ്പിറേഷൻ വരും, ഒന്ന് ട്രൈ ചെയ്യണം എന്നുള്ളത്. അങ്ങനെ അവർ തീർച്ചയായിട്ടും കുട്ടികൾ അത് മുട്ടിക്കും. അപ്പോൾ നമുക്ക് വെരി ഗുഡ്. അപ്പോൾ നമ്മൾ അവരെ പ്രേസ് ചെയ്യുക, അവരുടെ എഫേർട്ടിനെ നമ്മൾ പ്രേസ് ചെയ്യുക. നമ്മൾ പെർഫെക്റ്റ് ആയിരിക്കണം അല്ലെങ്കിൽ അത് ആക്യുറേറ്റ് ആയിരിക്കണം നിർബന്ധം പിടിക്കേണ്ട കാര്യമില്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം, ഇപ്പോൾ ചില കുട്ടികൾക്ക് ഭയങ്കര മടിയായിരിക്കും എഴുതാൻ. അപ്പോൾ അവർ എന്ന് പറഞ്ഞാൽ വന്നിരിക്കാൻ മടിയായിരിക്കും, ഒന്ന് ഇരുന്ന് കിട്ടിയാൽ പിന്നെ അവർ ചെയ്യും. അങ്ങനെയുള്ളവരെ നമുക്ക് ജസ്റ്റ് ഒരു 10 മിനിറ്റ് നമുക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നീ എന്തെങ്കിലും ചെയ്തോന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞവരെ ഒരു 10 മിനിറ്റ് നമ്മൾ ഇരുത്താം, 10 മിനിറ്റ് ചെയ്യുക, എന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം എന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ അവർ വന്ന് കിട്ടി ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ അവരെ ആ പഠിത്തം ഇൻട്രസ്റ്റിംഗ് ആക്കി കഴിഞ്ഞാൽ അവർ ചെയ്തോളൂ. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ചോയ്സ് കൊടുക്കാം. അതായത് ആദ്യം എന്താണ് ചെയ്യുന്നത്, എഴുതാനാണോ വായിക്കാനാണോ, പഠിക്കാനാണോ മെമ്മറൈസ് ചെയ്യാനാണോ, എന്താണെന്നുള്ളത് അവർക്ക് ചോയ്സ് കൊടുക്കാം. അല്ലെങ്കിൽ ആദ്യം ഏതാ വേണ്ടത്, ഇംഗ്ലീഷ് വേണോ മാത്സ് വേണോ, ആ രീതിയിൽ നമുക്ക് ചോയ്സ് കൊടുത്തു കഴിയുമ്പോൾ കുട്ടിക്ക് ഞാനാണ് തീരുമാനിക്കുന്നത്, അപ്പോൾ അവരൊരു കാര്യം അവർ തീരുമാനിച്ചതാണെങ്കിൽ അവർക്ക് ചെയ്യാൻ കുറച്ചും കൂടെ ഇൻട്രസ്റ്റ് വരും. ഇനി നമ്മളിങ്ങനെ എല്ലാം ചെയ്തിട്ടും കുട്ടികൾ പഠിക്കാൻ മടി കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവൻ്റെ അണ്ടർലൈങ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. ഫോർ എക്സാമ്പിൾ അവർക്ക് എന്തെങ്കിലും ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഉണ്ടോ, ഇപ്പോൾ ഡിസ്ലെക്സിയോ ഡിസ്ഗ്രാഫിയോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എഴുതാനോ വായിക്കാനോ അതല്ല മാത്സ് ചെയ്യാനോ ഒക്കെ സ്പെസിഫിക് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, അത് നമ്മൾ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ അവർക്ക് ചില കുട്ടികൾക്ക് ADHD പോലത്തെ കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാവാം. അതൊക്കെ ആണെങ്കിൽ നമ്മളത് കണ്ടുപിടിച്ച് ഇതിനൊക്കെയുള്ള റെമഡിയൽ ആയിട്ടുള്ള കോച്ചിങ് ആണെങ്കിൽ അതല്ല അവർക്ക് അതിനുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ട്രെയിനിങ് വേണമെങ്കിൽ ആ ട്രെയിനിങ് നമ്മൾ അവർക്ക് കൊടുത്തിരിക്കണം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, അവർക്ക് സ്കൂളിൽ എന്തെങ്കിലും രീതിയിലുള്ള ബുള്ളിങ്ങോ അതുപോലെ അവരെ ഷൈ ചെയ്യിക്കുന്നതോ അല്ലെങ്കിൽ അവർക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്നതായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം സ്കൂളിലുണ്ടോ എന്നുള്ളതും കൂടെ നമ്മളൊന്ന് അന്വേഷിച്ചറിയണം. ഇനി നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവരെ മറ്റുള്ളവരുമായിട്ടും പ്രത്യേകിച്ച് അവരുടെ സിബ്ലിങ്സുമായിട്ടും കമ്പയർ ചെയ്യരുത്. എല്ലാ കുട്ടികളും ഒരേപോലെ അല്ല. നീ അവളെ കണ്ട് പഠിക്കുക അല്ലെങ്കിൽ അവനെ കണ്ട് പഠിക്കുക, നിൻ്റെ ക്ലാസ്സിലല്ലേ ആ കുട്ടി എന്നുള്ള രീതിയിൽ അവരൊരിക്കലും കമ്പയർ ചെയ്യാൻ പാടില്ല. അവരെടുത്ത് പറയാൻ പാടില്ല എന്നുള്ള മാത്രമല്ല, മറ്റുള്ളവരോട് അങ്ങനെയുള്ള സംഭാഷണങ്ങൾ നടത്തുന്നത് കുട്ടി കേൾക്കാനും പാടില്ല. ഇപ്പോൾ ചില ആൾക്കാർ പറയാം, മൂത്തവൾ ഇങ്ങനെ വേഗം ഇരുന്ന് എഴുതുമായിരുന്നു, ഇവളെ കൊണ്ടാണ് പ്രശ്നം, ആ രീതിയിലൊക്കെ പറയാം. അതൊന്നും നമ്മൾ ആ ഒരു കമ്പാരിസൺ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. അതുപോലെ ഷൗട്ട് ചെയ്യാനോ ഭീഷണിപ്പെടുത്താനോ ഒന്നും പാടില്ല. ഇപ്പോൾ വന്ന് എഴുതിക്കോ അല്ലെങ്കിൽ ഞാൻ അടിച്ച് ശരിയാക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ അല്ലെങ്കിൽ വന്ന് ഷൗട്ട് ചെയ്ത് വിളിച്ച് പറയുക, അങ്ങനെ ആ രീതിയിലൊന്നും കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അതുപോലെ ഇടി പോലത്തെ പണിഷ്മെൻറ്റ്സ് ഒന്നും കൊടുക്കാൻ പാടില്ല. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ് കുട്ടികൾക്ക് വേണ്ട. അവരെ പുകഴ്ത്തുകയും അവർ ചെയ്യുന്ന കാര്യങ്ങളെ നമ്മൾ അഡ്രസ്സ് ചെയ്യുകയും അക്നോളേജ് ചെയ്യുകയൊക്കെയാണ് വേണ്ടത്. അടിച്ചും തല്ലിയും അങ്ങനെ ആ രീതിയിൽ കുട്ടികളെ മാറ്റിയെടുക്കാമെന്ന് വിചാരിക്കുന്നത് റോങ് ആണ്, അല്ലാത്തൊരു കാര്യമാണ്. അവരെ മടിയനാണ് മടിച്ചിയാണ് ആ രീതിയിലൊന്നും വിളിക്കരുത്. അങ്ങനെ പറയുമ്പോഴത്തേക്കും അവർക്ക് തന്നെ അവരുടെ കോൺഫിഡൻസ് അങ്ങ് പോകും. അതുപോലെ തന്നെ അവർക്ക് വേണ്ടി നമ്മൾ ഹോംവർക്ക് ചെയ്ത് കൊടുക്കുക, അതും ഒരിക്കലും ചെയ്യാൻ പാടില്ല. അവർ ഹോംവർക്ക് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ഭവിഷ്യത്ത് എന്നുള്ളത് അവർ മനസ്സിലാക്കണം. അവർ ചെയ്തില്ലെങ്കിൽ ചെയ്യണ്ട, വിടുക.
നമ്മൾ എത്ര നിർബന്ധിച്ച് നമ്മൾ ഇതൊക്കെ ചെയ്ത് നോക്കിയിട്ട് അവർ ചെയ്യുന്നില്ലെങ്കിൽ അവർ ചെയ്യാതെ പോട്ടെ. സ്കൂളിൽ ചെന്ന് കഴിയുമ്പോൾ എന്താണ് ഉണ്ടാവുന്നതെന്ന് അറിയുമ്പോൾ അവർ റെസ്പോൺസിബിലിറ്റി അങ്ങനെയാണ് പഠിക്കുന്നത്. ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട് ഞാൻ അനുഭവിക്കേണ്ടി വരും എന്നുള്ള കാര്യം നമ്മളവിടെ ഇതാക്കണം. അതുപോലെ ഷൗട്ട് ചെയ്യുകയും നമ്മൾ വഴക്ക് പറയുക അടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ അവരുടെ കോൺഫിഡൻസ് പോവുകയാണ് ചെയ്യുന്നത്. ഞാനൊന്നിനും കൊള്ളാത്ത ഒരാളെ ഇപ്പോൾ ലേസി എന്നൊക്കെ നമ്മൾ വിളിക്കുകയാണെങ്കിൽ, മടിച്ചാണെന്നൊക്കെ വിളിക്കുകയാണെങ്കിൽ അവരുടെ കോൺഫിഡൻസ് പോകും. അപ്പോൾ അങ്ങനെ കോൺഫിഡൻസ് പോയാലും അവർക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അവർക്ക് ലൈഫ് ലോങ് പഠിത്തത്തിനോടുള്ള താല്പര്യം തന്നെ കുറഞ്ഞു പോകും. അപ്പോൾ ഹോംവർക്ക് ടൈം എന്ന് പറയുന്നത് ഒരു യുദ്ധക്കളം ആയിട്ടുള്ളൊരു സ്ഥലമായിരിക്കേണ്ട കാര്യമില്ല. കുട്ടികൾക്ക് അവരെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ടെന്നും അവർക്ക് നമ്മൾ ആവശ്യമുള്ള സപ്പോർട്ട് കൊടുക്കുന്നുണ്ടെന്നും അതുപോലെ അവർ ചെയ്യുന്ന കാര്യത്തിൽ അവർക്ക് ചോയ്സ് ഉണ്ടെന്നൊക്കെ ഉള്ള രീതിയിൽ വേണം നമ്മൾ അവരെ ഹോംവർക്ക് ചെയ്യാൻ ഇരുത്താൻ. അങ്ങനെ വരുമ്പോൾ അവർ പഠിത്തത്തിനോട് തന്നെ ഇഷ്ടമുള്ളവരായിട്ടും അവർക്ക് പഠിത്തത്തിലുള്ള താല്പര്യം കൂടുന്നു മാത്രമല്ല അവർക്ക് കോൺഫിഡൻസ് വർദ്ധിക്കുകയും ചെയ്യും. അവർക്ക് അവരുടെ ഫ്യൂച്ചർ ലൈഫിലും അവർ ആ ഒരു ഓട്ടോണമി അല്ലെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുകളും ഒക്കെ വരും. അപ്പോൾ അത് നമ്മൾ ചെറിയൊരു കാര്യം നമ്മളിപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുട്ടികളെ ഭാവി ജീവിതത്തിലേക്ക് അത് നല്ലൊരു കാര്യമായിരിക്കും.